ഹലോ, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഈ ഫ്ലവർ നിങ്ങൾ വേറെ വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. ഞാൻ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഫ്ലവർ ഉണ്ടാക്കാനുള്ളതൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ആദ്യം വന്നിട്ടുള്ള ഒരു ഫ്ലവർ ഇതായിരുന്നു. ഇത് ഒരുപാട് കാലം മുമ്പ് ഞാൻ കണ്ടിട്ടുള്ളത് തന്നെ. അപ്പോഴൊക്കെ ഇത് ട്രൈ ചെയ്യണം എന്നൊക്കെ നല്ല ഇതുണ്ടായിരുന്നു. ഞാൻ അതിന് മുമ്പ് ട്രൈ ചെയ്തിട്ടുള്ളതാണ്. അന്ന് ഞാനിത് വീഡിയോ ആക്കിയിട്ടൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ വീണ്ടും ട്രൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെട്ടി ടിഷ്യൂ പേപ്പർ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അതങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അത് വെച്ച് ക്രാഫ്റ്റ് ചെയ്യണമല്ലോ. അങ്ങനെ പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയത് ഈ ഒരു ഫ്ലവർ മാത്രമാണ്. ഇതുണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തതിന് ശേഷം അത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൽ കാണുന്ന പോലെയൊക്കെ ഒന്ന് മടക്കി എടുക്കുക. അങ്ങനെ മടക്കി വന്നതിന് ശേഷം അതിന്റെ സെന്ററിലായിട്ട് ഒരു നൂലെടുത്തിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കണേ. എന്നിട്ട് അതിന്റെ രണ്ടറ്റും ഒന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിന്റെ നടുവിൽ ഒരു കമ്പി ചുറ്റിയെടുക്കണം ആദ്യം ചെയ്യണം. പക്ഷെ ഞാൻ മണ്ടത്തരം കാട്ടിയിട്ട് ആദ്യം തന്നെ അതിന്റെ രണ്ടറ്റം ഒന്ന് നിവർത്തിയെടുക്കുകയാണ് ചെയ്തത്. എന്നാലും കുഴപ്പമില്ല, സംഭവം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ടിഷ്യൂ പേപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് തൊട്ടാൽ പോലും പെട്ടെന്ന് കയറി പോകുന്ന ഒരു സൈസാണ്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യണം. ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഒരെണ്ണം ഞാൻ ചെയ്ത് നോക്കിയതാണ്. എന്റെ ധൃതി കാരണമാണെന്ന് അറിയില്ല, അത് പെട്ടെന്ന് തന്നെ കയറിപ്പോയി. അങ്ങനെ കമ്പി ഒന്നും വെച്ച് കൊടുക്കുമ്പോൾ ഗ്രീൻ ടേപ്പ് ഉണ്ടെങ്കിൽ ആ കമ്പിയുമായി ചുറ്റി കൊടുക്കുന്നതാണ് നല്ലത്. പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഞാനൊരു ഗ്രീൻ പേപ്പർ റോൾ ചെയ്തെടുത്തിട്ട് അത് ആ കമ്പിയുടെ ഉൾക്കൂടെ കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ സെറ്റ് ആയിട്ട് കിട്ടി. അത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ മറക്കാതെ ചെയ്യണേ.